ആ ഞാൻ വിളിച്ചിരുന്നു മുമ്പേ. ഞാൻ ഒരിക്കൽ സംസാരിച്ചിരുന്നു. അപ്പം ഞാൻ ശരനൂല് പഠിക്കുന്ന ഒരാളാണെന്നൊക്കെ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ ഓക്കെ. അപ്പോഴ് ഞാൻ വോയിസ് ഇട്ടിരുന്നു കിട്ടാഞ്ഞോണ്ടേ. ഉം. അപ്പോഴ് ഞാൻ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പോഴും ഗുരു എന്നോട് പറഞ്ഞ് പ്രാക്ടീസ് നല്ലതായിട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് ചെറുതിലേ ഈ പറഞ്ഞ കണക്ക് ആരെങ്കിലുമൊക്കെ മരിക്കുന്നതിന് മുന്നേ അത് അറിയാൻ പറ്റുമായിരുന്നു. അത് 2 ദിവസത്തിന് മുന്നേ. ആ അപ്പം എൻ്റെ അമ്മ മരിച്ചത് ഞാൻ തലേന്ന് രാത്രി അത് ഭയങ്കര ഭീകരമായ രംഗം പോലെ അത് ഞാൻ കാണുന്നു. രാവിലെ അമ്മ മരിക്കുന്നു. പിന്നെ ഇപ്പോഴും ആ ഒരു ഇതുണ്ട്. ഈ മരണം മുന്നേ 2 ദിവസം 3 ദിവസത്തിന് മുന്നേ ആ എനിക്ക് എന്തെങ്കിലും ഒരു സിംറ്റംസ് കിട്ടും. അപ്പം പിന്നീട് ഈ ഒരുപാട് പല പല വിദ്യകളും പഠിക്കാൻ പോയി. ഒന്നും അറിഞ്ഞുകൂടാതൊക്കെ പോയതാണ്. അങ്ങനെ ആക്സസ് ബാർ, പിന്നെ റെയ്ക്കി, തേർഡ് ഐ അവിടെ പഠിക്കാൻ പോയപ്പോഴാണ് എനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നവും ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. അതിനുശേഷം റേക്കി പഠിച്ചപ്പോൾ ഈ പറഞ്ഞ കണക്ക് പിന്നെ എന്താ ഈ സോൾ പ്രസൻസ് ഒക്കെ അറിയാൻ പറ്റുമായിരുന്നു. അതേപോലെ അത് ഹീൽ ചെയ്യുമായിരുന്നു, നന്നായിട്ട് ഹീൽ ചെയ്യുമായിരുന്നു. പിന്നീടാണ് ഞാൻ ശരനൂലിലെത്തിയത്. ശരനൂലിൽ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പഠിച്ച് ഇപ്പം തേർഡ് ലാസ്റ്റ് സ്റ്റേജിൽ എത്തി നിൽക്കുന്നു. അപ്പം എൻ്റെ സാറ് പറഞ്ഞത് ഞാൻ പ്രാണബോധത്തിൽ എത്തി നിൽക്കുന്നു എന്നാണ്. അപ്പോഴിപ്പോഴെ എന്നെ സംബന്ധിച്ച് ഇപ്പോൾ കുറേ നാളുകൊണ്ട് അപ്പം ഈ ധ്യാനത്തിൽ കുറച്ച് സമയം ധ്യാനത്തിൽ ഇരുന്ന് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ശരീരവും ഞാനും തമ്മിലുള്ള ആ ഒരു ബന്ധം ഒരു സ്റ്റിൽനെസ്സിലേക്ക് പോകാറുണ്ട്. അപ്പോൾ അത് സാറ് പറഞ്ഞ് അത്രത്തോളം വേണ്ട. പിന്നെ അതേപോലെ ഞാൻ എൻ്റെ നെറ്റി മുകളിലോട്ടൊരു ട്രയാങ്കിൾ ഷേപ്പിൽ അവിടെ ആ ട്രയാങ്കിൾ ഷേപ്പിൽ നല്ല തീ പോലെ കത്തി അതിനകത്ത് ഞാൻ ചന്ദ്രകലയൊക്കെ കണ്ടിട്ടുണ്ട്. ഓ, അപ്പോഴൊക്കെ എനിക്ക് ഈ ബോഡി അപ്പം എന്നെ തന്നെ ഞാൻ തിരയും ഞാൻ എന്ത് ചെയ്യും. അപ്പോൾ എനിക്ക് എന്നെ കാണാൻ പറ്റാത്ത ഒരു 1-2 തവണ അങ്ങനെ വന്നപ്പോൾ സാറ് പറഞ്ഞു അങ്ങനെ ചെയ്യണ്ട, അത് കൂടുതൽ ആ രീതിയിലോട്ട് പോകണ്ടെന്ന് പറഞ്ഞു. ഉം. പിന്നീട് ഈ പഴനി വെച്ച് ഭഗവാനെ ഇങ്ങനെ ആ ദർശനം എനിക്ക് അതും തേടയിലാണ് ഉണ്ടായത്. പിന്നീട് പലതവണ അതേപോലെ ശിവന്റെ ഭഗവാന്റെ ആ വേലി കണ്ടിട്ടുണ്ട്. ഉം. പിന്നെ നെറ്റിയിൽ തന്നെയാണ് ഈ പറയുന്ന കണക്ക് ഇത് നെറ്റി അങ്ങ് പിളർന്നു പോയി അങ്ങ് വട്ടത്തിൽ വലിയ വൃത്തത്തിൽ ഈ യൂണിവേഴ്സ് കാണാൻ കഴിഞ്ഞതും ഒക്കെ. അപ്പോഴ് എൻ്റെ ലൈഫാണെങ്കിൽ ഞാൻ ഒരുപാട് ഒരുപാട് സ്ട്രെസ്ഡ്, അതായത് ഒരുപാട് ട്രോമാസിലൂടെ പോയ ഒരാളാണ്. അപ്പം ഞാൻ സ്വയമാണ് ഈ മെഡിറ്റേഷൻ എങ്ങനെ ചെയ്യണമെന്നോ അങ്ങനെയൊന്നും എനിക്ക് അറിയത്തില്ലായിരുന്നു. ഞാൻ ചെറുതിലേ ഒരു ഭയങ്കര ഭക്തിയായിരുന്നു. വിഷവൈദ്യത്തിലെ ഒരു കുടുംബത്തിലെ ആളാണ്. ഉം. അപ്പം അങ്ങനെ ഒത്തിരി ഭക്തി സ്വയം ഞാൻ ഓരോന്നോരോന്ന് ചെയ്താണ് മെഡിറ്റേഷനകത്തും യോഗയൊക്കെ തനിയെ പഠിച്ച് അറിയാവുന്ന രീതിയിലൊക്കെയാണ് ഇങ്ങനെ ഇവിടം വരെ എത്തിയത്. ഇപ്പം ഒരു കറക്റ്റ് വഴിയിലോട്ട് ഇപ്പം എത്തിയിരിക്കുന്നത്. നല്ലൊരു ഗുരുവിൻ്റെ അടുത്ത് ഞാൻ പഠിക്കുന്നുണ്ട്. അത് ഞാൻ നല്ല രീതിയിൽ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് കുറച്ചൊരു 2 വർഷത്തിന് മുന്നേ വരെ എനിക്ക് രാത്രി ഞാൻ നല്ല ഉറക്കത്തിൽ നിന്ന് ഞാൻ ഞെട്ടി എഴുന്നേക്കും. അപ്പം ഞാൻ ഉറക്കത്തിൽ ഭയങ്കരമായിട്ട് ബഹളം വെക്കാറുണ്ട്. അപ്പോൾ അടുത്ത് കിടക്കുന്നവർക്കൊക്കെ അത് ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ പുറത്ത് തമിഴ്നാട്ട് ആന്ധ്രയിലൊക്കെ ആയിരുന്നപ്പോഴൊക്കെ എനിക്ക് സുഖമില്ലാത്തതാ, അങ്ങനെ ഒരു പ്രശ്നമൊക്കെ ഉണ്ടായി. പക്ഷെ എനിക്ക് ബോധം ഉണ്ടാകുമ്പോൾ എനിക്ക് ആ ഒരു ഓർമ്മയൊന്നുമില്ല. ഇപ്പം പക്ഷെ അതൊന്നും അറിയാനില്ല. ഇപ്പം ഞാൻ ഓക്കെയാണ്. ഇപ്പം എനിക്കങ്ങനെ പേടിയില്ല, ഉത്കണ്ഠയില്ല, ആദ്യം അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഉള്ളതെന്ന് വെച്ചാൽ ഈ പറയുന്ന പിന്നെ ഇതിലൂടെ ഈ പ്രാക്ടീസിലൂടെ എനിക്കിപ്പോൾ ഉള്ള ഒരു കാര്യമെന്ന് പറയുന്നത് മറ്റേതെനിക്ക് അങ്ങനെ സെക്ഷുവൽ എനർജി എന്ന് പറയുന്നത് ഡൗൺ ആയിരുന്നു. ഉം. ഇപ്പോഴ് ഇപ്പം കുറച്ച് നാൾ കൊണ്ട് അങ്ങനെയുള്ള ഒരു താല്പര്യം എന്നിൽ വീണ്ടും വലിയ രീതിയിലല്ല, ഒരു ചെറിയ രീതിയിലെങ്കിലും അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അതെന്താണ് എന്ന് അപ്പം എനിക്കത് സാറിനോട് ചോദിക്കാൻ ഉള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ട്. അങ്ങനെ എനിക്ക് അങ്ങനെ അല്ല പറയുന്നത് തെറ്റാണോ എന്നുള്ള ഒരിതുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിച്ചിട്ടില്ല. പക്ഷെ ഈ നാഡികൾ വല്ലതും തുറന്നതാണോ, എന്തുകൊണ്ടാണ് ഇപ്പോൾ എനിക്ക് വീണ്ടും അങ്ങനെ എന്നുവെച്ചാൽ അങ്ങനെ ഒരു ലൈഫൊക്കെ പോയി കിടന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഉം. പിന്നെ ഇപ്പം ഒരുപാട് അല്ലാതെ ഫിസിക്കലായിട്ട് ഒരുപാട് മാറ്റങ്ങളുണ്ട്. പിന്നെ ഇപ്പോഴീ പറഞ്ഞ അവസ്ഥയെന്ന് വെച്ചാൽ ഇന്ന് ഇപ്പം ഞാൻ ധ്യാനത്തിലിരുന്ന സമയത്ത് ഇന്ന് ഇത്തിരി കുറച്ചധികം നേരം ഇരുന്നു രാവിലെ. അപ്പോഴാണ് ഈ പറഞ്ഞ പോലെ നെറ്റി തൊട്ട് ഭഗവാനെ അങ്ങ് കാണുക. ഞാൻ ഇപ്പം കണ്ണടച്ചാൽ ഏതെങ്കിലും ഒരു മുനി രൂപമോ അല്ലെങ്കിൽ
ട്രയാങ്കിൾ ഷേപ്പൊക്കെയാണ് കാണുന്നത്. അപ്പം ഞങ്ങൾക്കിപ്പം ഷൺമുഖ ധ്യാനമൊക്കെ പഠിപ്പിച്ചായിരുന്നു. അപ്പോൾ ഇപ്പം കണ്ണടയ്ക്കുമ്പം ഒന്നീ ട്രയാങ്കിൾ അല്ലെങ്കിൽ അതിനകത്ത് തന്നെ ഇൻവേർട്ടഡ് ട്രയാങ്കിളൂടെ ചേർന്ന കറക്റ്റ് അങ്ങനെയൊക്കെ കാണാറുണ്ട്. പിന്നെ ഇന്ന് കാണുന്നത് മൊത്തവും ഭഗവാനെയാണ്. അങ്ങനെ ഭഗവാനെ കാണുന്നു എന്ന് മാത്രമല്ല, നമ്മൾ കാണുന്നു എന്നല്ല, ഞാൻ അങ്ങനെ അങ്ങ് ആയി നിൽക്കുകയാണ്, ആ അവസ്ഥയിൽ നിൽക്കുക. അപ്പോൾ എൻ്റെ ശരീരം അങ്ങ് ശരീരത്തിലുണ്ടാവുന്ന എന്താണെന്ന് എനിക്കത് പറയാൻ പറ്റുന്നില്ല. അപ്പോൾ ചെവി കൂടെ ഒക്കെ അങ്ങ് പുകയാണോ പോകുന്നത്, തീ പോലെ പുക, അപ്പോൾ തീ പോലുള്ള ചൂട്. വലത് കാലിൻ്റെ അടിയിലൂടെ നല്ല ചൂട്, അതേസമയം ഇടത് കാൽപാദം നല്ല തണുപ്പ്. അപ്പം എനിക്ക് നല്ല ബോധത്തിലാണ് ഞാൻ ഇരിക്കുന്നത്. എന്നുവെച്ചാൽ അമ്പലത്തിൽ പാട്ട് കേൾക്കുന്നുണ്ട്, എൻ്റെ ശ്വാസം ഞാൻ അറിയുന്നുണ്ട്, അവയർനെസ്സിൽ തന്നെ ഞാൻ ഇരിക്കുന്നത്. പക്ഷെ ഇതിൽ നിന്നും എനിക്ക് തിരിച്ച് ഇറങ്ങാൻ പറ്റുന്നില്ല. അപ്പം സ്റ്റിൽനെസ് ഒന്നുമല്ല അന്നേരം. ഇപ്പോഴും ഈ സ്റ്റിൽനെസ് സ്റ്റേജിലോട്ട് ഞാൻ കൂടുതൽ ആവാതിരിക്കുക. കാരണം അന്ന് 1-2 തവണ ഈ സ്റ്റിൽനെസ് വന്നിട്ട് അങ്ങ് പ്രാണൻ, അതായത് ഈ മേളിൽ പോയി പിരികത്തിന് മുകളിലേക്ക് അങ്ങ് ട്രയാങ്കിൾ ഷേപ്പിൽ, അത് ഇന്ന് അമ്പലത്തിൽ ചെന്ന് നിന്നപ്പോഴും അങ്ങനെ ഉണ്ടായി. അപ്പോഴും ഞാൻ പിന്നെ അതിൽ നിന്ന് അങ്ങ് വെളിയിൽ ഇറങ്ങാറുണ്ട്. പക്ഷെ ഇന്ന് ഇങ്ങനെ ഈ ഒരു സംഭവം ഉണ്ടായിട്ട് എനിക്കത് ഭയങ്കരമായി എന്താ, അതിനുശേഷം എനിക്ക് ശരീരത്തിന് നല്ല ഒരു വെപ്രാളമല്ല, എന്തോ ഒരു പറയാൻ അറിഞ്ഞുകൂടാ അതെന്തോന്ന്. പിന്നീട് ഞാൻ കുറച്ചു നേരം അല്ലാതൊക്കെ നോക്കിയും വെളിയിലൊക്കെ ഇറങ്ങി നിന്ന്, പിന്നെ സൂര്യ നമസ്കാരവും ചന്ദ്ര നമസ്കാരവും കുറച്ച് എക്സസൈസൊക്കെ ചെയ്തു. പിന്നെ ക്ഷേത്രത്തിൽ പോയി, പിന്നെ ഇവിടെ വന്നിരുന്ന് ലളിതാ സഹസ്രനാമമൊക്കെ ചൊല്ലി. പക്ഷെ എന്നിട്ടും അതിനുശേഷം ഞാൻ ഈ കണ്ണ് തുറന്നിട്ട് ഞാൻ എന്തിലും ഒരു ടാപ്പിലോ ഒരു ജീവനല്ലാത്ത ഒരു ഇതിൽ നോക്കിയാൽ പോലും ഭഗവാനെയാണ് കാണുന്നത്. നമ്മളല്ലാതെ ചൈതന്യം, ഇപ്പം ക്ഷേത്രത്തിലൊക്കെ പോകുമ്പോൾ ഞാൻ ഒരു വർഷത്തോളം ഒരു 8-9 മാസം കൊണ്ട് ക്ഷേത്രത്തിൽ പോകുമ്പോൾ നമ്മൾ അവിടെ ഇരിക്കുന്ന വിഗ്രഹമൊന്നും അല്ല കാണാറുള്ളത്. ചൈതന്യത്തെ നന്നായിട്ട് അറിയാൻ പറ്റും. അതിപ്പോൾ ഏത് കല്ലിലും തുരുമ്പിലും എല്ലാം ദൈവം ഉണ്ടെന്നുള്ളത് അത് ഒരൊറ്റ ഇതിലാണ്. ഒരു മഞ്ഞ കളർ, ചിലപ്പം മഞ്ഞ കളറായിരിക്കും, ചിലപ്പം കണ്ണെന്ന് വെച്ചാൽ അങ്ങ് ഭയങ്കര പ്രകാശമായിരിക്കും ഞാൻ കാണുന്ന ക്ഷേത്രത്തിലൊക്കെ ചെന്ന് നിൽക്കുമ്പം. പ്രത്യേകിച്ചും വൈകിട്ടൊക്കെ പോകുമ്പോൾ അങ്ങ് പവർ ഭയങ്കരമാണ്. പിന്നെ ഈ പറയുന്ന കണക്ക് ഇപ്പം സംസാരിക്കുമ്പോൾ തന്നെ എനിക്ക് ആ ഒരു ഇത് എനിക്ക് തിരിച്ചറിയാൻ, സെൻസ് ചെയ്യാൻ പറ്റുന്നു. പല കളറിൽ, പല നീലയോ ചുവപ്പല്ല നീല, പിന്നെ വയലറ്റ് കളറ്, പിന്നെ പല കളറിലായിട്ടാണ്, കളർ കോമ്പിനേഷനിലാണ് ആ ചൈതന്യം. എന്നിട്ട് മഞ്ഞ ഗോൾഡൻ കളറ്, അങ്ങനെയൊക്കെയാണ് ഈ ചൈതന്യത്തെ ഞാൻ അറിയുന്നത്. അത് ചൈതന്യമായിട്ട് തന്നെ, അത് ഏത് സമയവും അങ്ങനെ തന്നെയാണ്. ആ ഒരു ചിന്ത വരുമ്പോൾ തന്നെ ഞാൻ ആ ചൈതന്യത്തെ കാണുവാണ്. അപ്പോൾ ഇത് ഇന്നത്തെ അവസ്ഥയിൽ നിന്ന്, രാവിലെ ഉണ്ടായ ആ ഒരു അവസ്ഥയിൽ നിന്നും ഞാൻ ഇതുവരെയും പുറത്തിറങ്ങിയിട്ടില്ല. ഞാൻ ഇന്നിപ്പോൾ അതിനുശേഷം കുറച്ച് അല്ലാതെ ശരിക്കും വായിക്കുന്നൊക്കെ ആളാണ്. സൗന്ദര്യലഹരിയൊക്കെ ഒരു 7-8 തവണ വായിച്ചിട്ടുണ്ട്, കയ്യിലുണ്ട്, എപ്പോഴും വായിക്കാറുമുണ്ട്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കുമ്പം ജോലിക്ക് പോകണം. അപ്പോൾ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ഞാനിനി പുറത്തോട്ട് വരുന്നില്ല. ഞാൻ ഇതൊന്ന് ചോദിക്കാനാണ് ഗുരുവിനെ വിളിച്ചത്. അപ്പോൾ ഇതൊക്കെ സംഭവിക്കും, അനുഭവങ്ങളല്ലേ. അതില് നിങ്ങൾ വേണ്ടാന്ന് വെച്ചിട്ടും കാര്യമില്ല, അതെയോ? വേണമെന്ന് വെച്ചിട്ടും കാര്യമില്ല. അപ്പോൾ അത് ഈ കർപ്പ നാഡി എന്ന് പറഞ്ഞ ഒരു നാഡി ഉണരുന്നതാണ് നിങ്ങൾ ക്രിയ ചെയ്യുമ്പോൾ, ബ്രീത്തിങ് എക്സസൈസ് ചെയ്യുമ്പോൾ. അതുകൊണ്ടാണ് ഈ സെക്ഷൽ ഫീലിംഗ് വരുന്നത്. അതെയോ? ഒരു നാഡി ഉണരുന്ന തന്നെയാണ്. അത് എപ്പോഴും ഒന്നുമില്ല. എനിക്ക് അങ്ങനെ ഒരു ഫീൽ ഇല്ലാതിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മനസ്സിലായി. ഇനിയിപ്പോ ഞാൻ പറയണത് അങ്ങോട്ട് കേൾക്കും. ശരി ശരി ശരി. അപ്പൊ അതാണ് സംഭവം. അത് പിന്നെ ബേസിക് ആയിട്ട് ആദ്യം ഉണരുന്ന നാഡികളാണ്. അപ്പൊ അത് നിങ്ങൾ ക്രിയ ചെയ്യുമ്പോൾ അത് ഉണരും. നിങ്ങൾ അത് ക്രിയ ചെയ്ത് തുടർന്ന് ചെയ്തോണ്ടേയിരിക്കുക. അത്രേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. വേറെ വരുന്ന അനുഭവങ്ങളെ അനുഭവിച്ചോണ്ട്. അത് ഒരിടത്ത് വെച്ച് തടയാനും കഴിയില്ല, വേണമെന്ന് വിചാരിച്ച ഈ അനുഭവം ഉണ്ടാവാനും കഴിയില്ല. നിങ്ങൾ ക്രിയ ചെയ്യുക, മുന്നേറിക്കൊണ്ടേയിരിക്കുക, വരുന്ന അനുഭവങ്ങളെ അതേപടി സ്വീകരിക്കും. അപ്പൊ ഇന്നത്തെ കാര്യം ഗുരുവേ? എന്നത്തെ കാര്യവും അത് തന്നെയാണ്. നിങ്ങൾക്ക് പല അനുഭവങ്ങളും ഉണ്ടാവും. അതായത് നിങ്ങൾ
ഇത് ചൈതന്യം അവിടെ കാണുന്നു ഇവിടെ കാണുന്നു അവിടെ കാണുന്നു ഇവിടെ കാണുന്നതല്ല. നിങ്ങൾ ഏത് ചക്രത്തിൽ നിങ്ങളുടെ എനർജി എത്തിയോ ആ നിറത്തിൽ നിങ്ങൾ അവിടെ ലൈറ്റ് കാണും. ആ ആ മനസ്സിലായോ? അത് നിങ്ങളുടേതാണ്. നിങ്ങൾ പല നിറത്തിൽ കാണുന്നു പറഞ്ഞാൽ അതൊരു സ്റ്റേജ്. ആ അത് ലാസ്റ്റ് സ്റ്റേജാണ്. ആദ്യം ഓരോരോ ചക്രത്തിന്റെ കളേഴ്സിലാണ് കാണുക ലൈറ്റ്. പിന്നെ മിക്സഡ് ആയിട്ട് കാണുന്നു പറഞ്ഞാൽ അത് ഏറ്റവും ടോപ്പ് ലെവലിന്റെ തൊട്ട് താഴെ എത്തിയിട്ടുണ്ട്. ഇനി നിങ്ങളത് ഒറ്റ കളറിലെ ഗോൾഡൻ ലൈറ്റ് മാത്രമായിട്ട് കാണും. ആ ആ ആ ആ അത് കഴിഞ്ഞാൽ അതില് ജ്യോതി കാണും. ആ ജ്യോതിയും കണ്ടിട്ടുണ്ട്. ജ്യോതി കാണും. അതൊക്കെ സ്ഥിരമായിട്ട് കാണും എന്ന് പറയാം. നിങ്ങൾ ആദ്യം കണ്ടതൊക്കെ അന്ന് കണ്ട പോലെയല്ല ഇനി. ആ അനുഭവങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിട്ട് പിന്നെ അത് സ്ഥിരമായിട്ട് കാണാൻ തുടങ്ങും. പൂർണ്ണമായിട്ടും ഓപ്പൺ ആവുമ്പോൾ നിങ്ങളത് പൂർണ്ണമായിട്ടും എപ്പോഴും കാണാൻ തുടങ്ങും. പിന്നെ അതിൽ ലയിച്ചിരിക്കുകയാണ് വേണ്ടത്. ആ ജ്യോതിയിൽ ലയിച്ചിരിക്കുകയാണ് മെഡിറ്റേഷൻ. മനസ്സിലായോ? അപ്പൊ അത് അടുത്ത സ്റ്റേജിലേക്ക് പോകും. നക്ഷത്രമായിട്ട് വരും. പിന്നെ വീണ്ടും അതിൽ ഇരിക്കുന്ന സമയത്ത് ആ നക്ഷത്രം വലുതാവും. പിന്നെ അതും ഇല്ലാതെയാവും. അങ്ങനെ ഓരോരോ സമാധിയുടെ ഓരോരോ സ്റ്റേജാണ്. ഈ ക്രിയ ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കും. ഞാൻ ഗുരുവിന്റെ വീഡിയോ ഒരു ദിവസം എല്ലാ സമയമുള്ളപ്പോഴെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് അറിവുകളാണ് കേട്ടോ. ഒരുപാട് താങ്ക് യു. ഇത്രയും വേറെ എങ്ങൊന്നും കിട്ടത്തില്ല ഇങ്ങനെയുള്ള അറിവുകളൊന്നും. ക്രിയ ചെയ്തോണ്ടിരിക്കും. ചെയ്യുന്നുണ്ട് ചെയ്തോളാം. അത് അങ്ങനെ തുടർന്ന് പോവാന്നുള്ളത് മാത്രമേ ഒരു മനുഷ്യന് ചെയ്യാനുള്ളൂ. അല്ലാതെ വെറുതെ അനുഭവങ്ങളെ നിങ്ങൾക്ക് നിർത്താനും കഴിയില്ല. ഒരനുഭവത്തെ നിങ്ങൾക്ക് വേണം വിചാരിച്ചിട്ട് ഉണ്ടാക്കാനും കഴിയില്ല. ക്രിയ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കണ വെച്ചാൽ അത് സംഭവിക്കും. ഓക്കെ, ശരി. ഒരുപാട് നന്ദി ഗുരുവേ. ആയിക്കോട്ടെ, സന്തോഷം. അമിതമായ ക്ഷീണം, ഉറക്കമില്ലായ്മ, വിഷാദം, ഉത്കണ്ഠ, ഉറക്കം തൂങ്ങൽ, ഉറക്കമില്ലായ്മ, ഏകാഗ്രതക്കുറവ്, ആത്മവിശ്വാസമില്ലായ്മ, അമിതമായ കോപം, കൂർക്കം വലി തുടങ്ങിയ അനേകം അസുഖങ്ങൾ സ്വയം പരിഹരിക്കാം ദിവസവും അരമണിക്കൂർ പ്രാണായാമ അഭ്യസനത്തിലൂടെ. ഏകദിന പ്രാണായാമ പരിശീലനം ഞായറാഴ്ച രാവിലെ 7:30 മുതൽ 9:30 വരെ. താല്പര്യമുള്ളവർ 9895610455 എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക.